ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു വൈൻ്റെ റെസിപ്പി കണ്ടാലോ? മുന്തിരി വൈൻ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ തയ്യാറാക്കുന്നത് കുറച്ച് മുമ്പ് അപ്ലോഡ് ചെയ്തായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ കുറച്ച് ഭാഗം സ്റ്റക്കായി പോയതുകൊണ്ട് വീഡിയോ ശരിക്കും കാണാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ ഇത് 15 ദിവസത്തിന് ശേഷം പൊട്ടിച്ച വൈനാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പം ഞാൻ ആദ്യം മുതലുള്ള വീഡിയോ ഒന്നും കൂടി കാണിച്ചു തരാം. ഇതിനായിട്ട് ഞാൻ 1.5 കിലോ കറുത്ത മുന്തിരിങ്ങയാണ് എടുത്തേക്കുന്നത്. മുന്തിരിങ്ങ നന്നായിട്ട് ഉപ്പാക്കിയിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതിനുള്ള വെള്ളം എല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് തുടച്ചു മാറ്റി കൊടുക്കണം. അതിനുശേഷം നല്ല ഉണങ്ങിയ ഭരണിയിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഒട്ടും വെള്ളത്തിന്റെ അംശം പാടില്ല. ഇനി നമ്മൾ കഴുകിയെടുത്ത മുന്തിരിങ്ങ ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം കുറച്ച് മുന്തിരിങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം അതിന്റെ നിരക്കനെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. വീണ്ടും മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പഞ്ചസാര. അങ്ങനെ പഞ്ചസാരയും മുന്തിരിങ്ങയും ലെയർ ആയിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ മുന്തിരിങ്ങയിൽ ഒട്ടും വെള്ളം പാടില്ല. അത് നന്നായിട്ട് തുടച്ചെടുത്തതിന് ശേഷം വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ. ഇപ്പൊ നമ്മുടെ മുന്തിരിങ്ങ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഉണങ്ങിയ ഒരു മരത്തിന്റെ തവി എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുത്തി ഉടച്ചു കൊടുക്കാം. അപ്പൊ അതിലും വെള്ളം പാടില്ല. അത് നല്ലപോലെ ഉണക്കിയെടുത്തിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ. ഇതുപോലെ നന്നായിട്ട് മൊത്തത്തിലൊന്ന് കുത്തി ഉടച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 2 കഷ്ണം കറുവപ്പട്ട ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 10ഓളം ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. അതേപോലെ ഒരു 10ഓളം ഏലക്ക ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണ് ഗോതമ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് വീര്യത്തിനനുസരിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കൂട്ടി കൊടുക്കാം. വീര്യം കിട്ടാനാണ് നമ്മൾ ഗോതമ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂണോളം ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി തിളപ്പിച്ച് ചൂടാറിയ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഇതിന്റെ നിരക്കനെ വേണം ഒഴിച്ചു കൊടുക്കാൻ. അതിനുശേഷം നമ്മൾ ഇതൊരു തുണി വെച്ചിട്ട് അടച്ച് നന്നായിട്ട് ടൈറ്റാക്കി കെട്ടിക്കൊടുക്കാം. അതിനുശേഷം ഞാനിത് എല്ലാ ദിവസവും ഒരേ സമയത്ത് ഞാൻ ഇതുപോലെ തുറന്ന് ഒരു മരത്തിന്റെ തവി വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അടുത്ത ദിവസം ആയപ്പോഴേക്കും നന്നായിട്ടൊന്ന് പതഞ്ഞു വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് മൂടിക്കെട്ടി മാറ്റി എവിടെയെങ്കിലും ഇരുട്ടത്ത് മാറ്റി വെക്കാം. അപ്പൊ ഞാനിതൊരു 15 ദിവസത്തോളം ഇതേപോലെ ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട്. 15 ദിവസത്തിന് ശേഷം ഇത് പൊട്ടിക്കുകയാണ്. അപ്പൊ ഇതിലൊട്ടും പൂപ്പലൊന്നും കയറാണ്ട് പുഴുവൊന്നും കയറാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതിൽ പൂപ്പലൊന്നും കയറിയിട്ടില്ല. ഇനി നമ്മൾ ഇത് അരിച്ചെടുക്കുകയാണ്. ഇതിനായിട്ട് ഉണങ്ങിയ ഒരു പാത്രം, അതിലും വെള്ളമൊന്നും പാടില്ല. ഞാൻ നന്നായിട്ടൊന്ന് ഉണങ്ങിയതിന് ശേഷം വെയിലത്തും കൂടി വെച്ചൊന്ന് ചൂടാക്കിയെടുത്ത പാത്രമാണ്. ആ പാത്രത്തിലേക്ക് ഒരു തോർത്തിട്ട് കൊടുക്കാം. അപ്പൊ തോർത്തെടുക്കുമ്പോൾ ഒരു പുതിയ തോർത്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തോർത്തിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ ഭരണിക്കകത്തുള്ള വൈന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. നമ്മുടെ വൈൻ നല്ല പച്ചവെള്ളം പോലെ നല്ല കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ ഫുൾ ഒഴിച്ചു കൊടുക്കുക. അപ്പൊ ഒരു 10-15 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് നല്ല അടിപൊളി വൈൻ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ വൈൻ തയ്യാറാക്കാൻ അറിയാത്തവർ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കുക എന്തായാലും. അപ്പൊ നമ്മുടെ ഗോതമ്പും എല്ലാം നന്നായിട്ട് വീർത്തൊക്കെ വന്നിട്ടുണ്ട് നന്നായിട്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്ത് അരിച്ചു മാറ്റണം. ഈ ഒരു പരുവത്തിലാക്കിയതിനു ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് പിഴിഞ്ഞെടുക്കാം. ഞാനിവിടെ 1.5 കിലോ മുന്തിരിങ്ങ വെച്ചാണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് അത്യാവശ്യം നല്ലോണം തന്നെ വൈൻ കിട്ടിയിട്ടുണ്ട്. ഇത്രയും നമ്മുടെ ഇതിന്റെ പിഴിഞ്ഞെടുത്ത ചണ്ടിയാണ്. നമുക്കിനി ആവശ്യമില്ല, ഇത് കളയാം. അങ്ങനെ നമ്മുടെ അടിപൊളി വൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ പരുവത്തില് വേണമെങ്കിലോ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് വെക്കണമെങ്കിൽ ഇത് വേറൊരു ബോട്ടിലാക്കിയോ അല്ലെങ്കിൽ വീണ്ടും ഭരണിക്കകത്താക്കിയോ നിങ്ങൾക്ക് അടച്ചു മൂടി മാറ്റി വെക്കാം. വീണ്ടും ഒരു 20-21 ദിവസത്തേക്ക് തുറക്കാതെ മാറ്റി വെക്കാവുന്നതാണ്. ഈ ഭരണി ഞാൻ ഒന്നും കൂടി നന്നായിട്ട് തുടച്ച് വെയിലത്ത് വെച്ച് ഒന്നും കൂടി ചൂടാക്കി വെള്ളമൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഞാൻ അതിലേക്ക് നമ്മുടെ വൈൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് മൂടിക്കെട്ടി നമുക്ക് വേണമെങ്കിൽ 10-20 ദിവസം വേണമെങ്കിൽ മാറ്റി വെക്കാം. അല്ലെങ്കിൽ ഇപ്പൊ മുതൽ യൂസ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യാം. ഈ സമയമാകുമ്പോഴേക്കും നമ്മുടെ വൈനിന്റെ ഒക്കെ മധുരമൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ വൈൻ ചെയ്യാത്തവരാണെങ്കിൽ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക.
അടുത്ത നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വരാം. അതുവരേക്കും ബായ്.